ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ബ്രെഡ് കൊണ്ടൊരു എഗ് പപ്സ് ഉണ്ടാക്കുകയാണ്. ഇൻസ്റ്റൻറ്റ് ഫുഡാണിത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ബ്രെഡ് വേണം, എഗ്ഗ് വേണം, പിന്നെ ഒരു ഉള്ളി വേണം. ഇത്രയും കാര്യം മെയിനായിട്ട് വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് എഗ് പപ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ മുട്ടയില്ലേ, പുഴുങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ സമയം വെച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ എഗ് പപ്സ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ സേഫാണ്, കൂടുതൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ. ഇത് പഴകിപ്പോയോ എന്നുള്ള ഭയമൊന്നും വേണ്ട. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡായിട്ടാണ് ബ്രെഡ് എഗ് പപ്സ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കടുക്, പിന്നെ ഇത് കറിവേപ്പില, ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതാ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് തീ കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഉള്ളി ചെറുതായിട്ടൊന്ന് വാട്ടുക. ഉള്ളി ചെറിയൊരു കളറ് മാറുമ്പോൾ തന്നെ അതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ജാസ്തി ഇടണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഈ ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഉള്ളി റെഡിയായി കഴിഞ്ഞു. ഇതിൽ കൂടുതൽ ചുവന്ന മുളകൊന്നും ഉപയോഗിക്കുകയേ വേണ്ട. നമ്മൾ കുരുമുളക് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചുവന്ന മുളക് ഉപയോഗിക്കരുത്. ഈ എഗ് പപ്സിൽ ഒരിക്കലും നമ്മൾ ചുവന്ന മുളക് ഉപയോഗിക്കില്ല. പച്ചമുളക് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ എടുത്ത് വെക്കുക. നമ്മളിത് പാൻ വെച്ച് കഴിഞ്ഞു. നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യുക ഇതിൽ. എന്നിട്ട് 2 ബ്രെഡ് അതിലേക്ക് വെക്കുക. ഓയിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചത്. സാധാരണ ഞാൻ ഉപയോഗിക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചത്. ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക ബ്രെഡിലൊക്കെ. തീ കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ ചൂടായിട്ട് കത്തിപ്പോവും. വളരെ കുറച്ച് തീ വേണ്ടു. അപ്പം അതിലേക്ക് ഇപ്പോൾ നമ്മുടെ എഗ്ഗ് അതിലേക്ക് വെക്കുക. പിന്നെ മസാലയും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡും അതിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ മേലെ ഒരു ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ചെറിയ ചൂടേ പാടുള്ളൂ കേട്ടോ. ഇനി നമ്മളൊന്ന് മറച്ചിട്ട് കൊടുക്കുക.
ഒരു 2 മിനിറ്റ് ഇങ്ങനെ ചൂടാകാൻ വെക്കാം. നിങ്ങൾക്ക് വേണേൽ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ചെറിയ ചൂടേ വേണ്ടുള്ളൂ. ഒന്ന് 2 തവണ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്ക് വാങ്ങി വെക്കാം. നമ്മുടെ എഗ് പപ്സ് റെഡി ആയി കഴിഞ്ഞു. വാങ്ങി വെക്കാം ഇത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ബ്രെഡ് എഗ് പപ്സ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ സേഫാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കൂടാതെ ഒരു കാര്യം മറക്കരുത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.